ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഒരു മധുരത്തോടെ തുടങ്ങാമെന്ന് കരുതി നമുക്കൊരു പാലട പായസം ട്രൈ ചെയ്യാം. നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന പിങ്ക് കളറിലുള്ള പായസമല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവരുണ്ടാക്കുന്നത് പോലെ അല്ല, എന്നാലും വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക. ഉരുളി നന്നായി ചൂടായി കഴിയുമ്പോൾ നെയ്യൊന്നും ചേർക്കണ്ട. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷുഗർ ചൂടായ ഉരുളിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ആവാൻ തുടങ്ങും. ഉണ്ട്, സൈഡൊക്കെ ചുറ്റും മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാതെ അങ്ങ് എന്താ പറയുക, മെൽറ്റായി ബ്രൗൺ കളറാവണ്ട കേട്ടോ. വല്ലാതെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിനൊരു കയ്പ്പ് വരും. അപ്പം അത് ഫുള്ള് മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. പച്ചപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ ഇതിൽ തിളപ്പിച്ച് വെച്ച പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ കുക്കറിൽ അട വേവിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷേ അട തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ വെന്തുപോലെയായി. അപ്പോൾ ഞാൻ പാല് ആദ്യം തന്നെ തിളപ്പിച്ചിരുന്നു. അപ്പം കുക്കറിലെ പ്ലാൻ മാറ്റി. നമ്മൾ പാലൊഴിച്ച് കഴിയുമ്പോൾ ആ പഞ്ചസാര കണ്ട ക്രിസ്റ്റൽ രൂപത്തിലാവും. അത് കുഴപ്പമില്ല, അത് നന്നായി പാലൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് വലുത്ത് പൊക്കോളൂ. അപ്പോൾ നമുക്ക് മുഴുവൻ പാലും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് തിളയ്ക്കണം അത്. അപ്പോൾ ഞാൻ പാക്കറ്റിൽ മേടിച്ച അടയാണ്. അതിൽ ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂറാണ് അതിൽ പറഞ്ഞത്, പക്ഷെ ഞാൻ അരമണിക്കൂർ കൂടുതൽ വെച്ചു. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി. അപ്പോൾ ആ തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അട നല്ല വെന്ത പോലെയായി. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലെ പ്ലാൻ മാറ്റിയിട്ട് ഉരുളിയിലേക്ക് വേവിക്കാമെന്ന് വെച്ചത്. ചില അട വാങ്ങിയാലൊന്നും നമ്മൾക്ക് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചാലൊന്നും വേവില്ല. അപ്പം ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് പാല് തിളപ്പിച്ച് അതിലേക്ക് ഇടുകയാണ് ചെയ്യുക. ആ ഉദ്ദേശത്തിലാണ് ആദ്യം പാല് തിളപ്പിച്ചത്. പക്ഷേ ഇതിപ്പോൾ നല്ല നല്ല വെന്ത പോലെ ആയില്ലേ. അപ്പം നമുക്ക് ഈ അട നമ്മുടെ പാലിലേക്ക് ചേർക്കാം. പക്ഷേ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കണോ നോക്കണ്ട, നമ്മൾ പാലിലേക്ക് ഒഴിക്കുമ്പോൾ അത് നിവർന്ന് വരും. എന്നാലും നമുക്ക് അട കുറേശ്ശെയായിട്ട് പാലിലേക്ക് ചേർക്കാം. പാലിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കണം. പാലിൻ്റെ കളറ് വൈറ്റ് കളർ അല്ലല്ലോ, കുറച്ച് കളർ മാറി വന്നിട്ടില്ല. അതാണ് നമ്മൾ ആ ഷുഗർ കാരമലൈസ് ചെയ്തത് കൊണ്ടാണ്. കുറച്ചും കൂടെ പഞ്ചസാര ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളർ മാറിയിരുന്നു. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോയി തോന്നുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇത് നന്നായി തിളച്ച് വരണ്ട കേട്ടോ. അതെന്താ തിളച്ച് ഇനി കുറച്ചും കൂടെ വേവാനുണ്ടല്ലോ നമ്മുടെ അട, അത് നന്നായിട്ട് വേവട്ടെ. അപ്പം കൈ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചതൊക്കെ നന്നായിട്ട് ഇളക്കണം. കാരണം ഇത് തനി പാലാണ്, വെള്ളം ഞാൻ അധികം ചേർത്തിട്ടില്ല. അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ പാട വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം എന്ന് പറയണത്. എന്നുവെച്ചാൽ കൈവിടാതെ ഇളക്കണ്ട. അപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നന്നായി കുറുകിയാലും കുഴപ്പമില്ല. അവസാനം നമുക്ക് തിളച്ച പാലൊഴിക്കാം, വല്ലാണ്ട് കുറുകി കട്ടിയായി എന്ന് തോന്നുകയാണെങ്കിൽ. അപ്പോൾ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഷുഗർ ചേർക്കാം. ഷുഗറിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പലർക്കും പല രീതിയാണല്ലോ. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് അധികം മധുരം വേണ്ട. അപ്പോൾ ഇപ്പം നന്നായിട്ട് മധുരം ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നല്ല മധുരം കാണും, പക്ഷേ പായസം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മധുരം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളകിയ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പായസത്തിൽ പിടിച്ച് ഇതാവട്ടെ. ഇത് പെട്ടെന്ന് തിളയ്ക്കണമല്ല കേട്ടോ, കുറച്ച് നേരം ആയി ഇത് വെച്ചിട്ട്. ഇനി നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് അവസാന മിനുക്ക് പണികളിലേക്ക് നടക്കാം. ഇത്രയും മതിയാവും. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഏലക്ക ഞാൻ തൊണ്ട് കളഞ്ഞിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കാം.
പൊടിച്ചെടുത്തിട്ട് ഏലക്കാപ്പൊടി ചേർത്തു. പിന്നെ അടുത്തത് നെയ്യാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, പാലിൻ്റെ പാട ഉറയിച്ച ഹോം മെയ്ഡ് നെയ്യാണ്. അതിന് നെയ്യ് ചേർക്കാം. പിന്നെ കുറച്ച് നട്ട്സ് നെയ്യിൽ മൂപ്പിച്ചിട്ട് അതും ഇടാം. അപ്പം നമ്മുടെ പായസം റെഡിയായി. നമുക്കിതൊരു ഇല കൊണ്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് കാണാം. അതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.